മന്ത്രിയല്ലാത്ത ഒരാൾ KPCC അധ്യക്ഷനാകുമെന്ന് സണ്ണി ജോസഫ്. എനിക്ക് തോന്നിയത് അങ്ങനെയൊന്നും ഒരു വാദഗതി ഒന്നും എന്നോട് നിർബന്ധിച്ചാലോ? നിങ്ങൾക്കാർക്ക് നിർബന്ധമില്ലല്ലോ. താങ്ക് യു. ശരി. സുമോദ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന കാര്യത്തെക്കുറിച്ചാണ് സണ്ണി ജോസഫ് പറയുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്ന സുമോദിന്റെ ചോദ്യത്തിന് താങ്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം തമാശയായി. എന്താണ് ചർച്ചയുടെ ഒരു പുരോഗതി? കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കൃത്യമായ ഒരു ലീഡ് തന്നെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. അതായത് ചർച്ച കൃത്യമായി നടന്നിട്ടുണ്ട്. മാത്രമല്ല പുറമേ ചർച്ച നടത്തില്ല എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ രാജി സന്നദ്ധത തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പദവി ഒഴിഞ്ഞു കഴിയുമ്പോൾ ഇനി ആരാകും അടുത്ത അധ്യക്ഷൻ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ ഒരു മാനദണ്ഡം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായി ചർച്ചയായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചർച്ചയിൽ. കാരണം നേരത്തെ ജോസഫ് വാഴക്കൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും MM ഹസനും ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം വളരെ തിരക്കുള്ള ഒരു ഫുൾ ടൈം KPCC അധ്യക്ഷനാകണമെങ്കിൽ MP MLA തുടങ്ങിയ പദവികൾ അല്ലാത്തവർക്ക് വേണം. കാര്യം അവർക്ക് മണ്ഡലം നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായി മീഡിയ വൺ തന്നെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു വിഷയം പരിഗണനയ്ക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സണ്ണി ജോസഫിനോട് ചോദിച്ചു. സണ്ണി ജോസഫ് പറയുന്നത് താൻ MLA ആയിരുന്ന സമയത്താണല്ലോ KPCC അധ്യക്ഷനായി തുടർന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജനപ്രതിനിധിയാകുക എന്നുള്ളത് ഒരു കാരണവശാലും ഒരു KPCC അധ്യക്ഷ പദവിയിൽ എത്തുന്നതിന് ഒരു വിഘാതമല്ല. ആകെ ഒരു മാനദണ്ഡമുള്ളത് നിലവിലെ മന്ത്രി ആയി പ്രവർത്തിക്കുന്നവർ ആകണ്ട എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് മന്ത്രിയാകാത്ത ആർക്ക് വേണേലും KPCC അധ്യക്ഷനാകാം എന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത്. അദ്ദേഹം ഇന്നയാളുടെ പേർ എന്ന രീതിയിൽ ഒരു പേര് രാഹുൽ ഗാന്ധിയോട് നിർദ്ദേശിച്ചിട്ടില്ല. മറിച്ചുള്ള ഒരു പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ സണ്ണി ജോസഫിന്റെ ഈ വാക്കുകൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഈ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഒരു MP എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കൂടുതൽ. സുമോദ് നൽകുകയായിരുന്നു വിവരങ്ങൾ. ഇപ്പോൾ